സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഭാഷയെക്കുറിച്ച്, അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. ഈ യാത്ര മൊത്തത്തിലെടുത്ത് നോക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ കാരണം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ആക്സസ് തന്നത് എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു സൈക്കിളുണ്ട്. നമ്മുടെ ബാല്യവും നമ്മളുടെ എനിക്ക് തോന്നുന്നു എൻ്റെ ഭാഷയിൽ നമ്മളുടെ ഇൻഡിപെൻഡൻസുമായിട്ട് സൈക്കിളിന് വലിയൊരു കണക്ഷനുണ്ട്. അത് പലർക്കും പല രീതിയിലാവാം ആ ഒരു മീനിങ് വരുന്നത്. പക്ഷേ എനിക്ക് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആൾക്കാർക്ക് എന്നെ വിശ്വസിക്കാൻ, അതും ഒരു ഫാക്ടറാണല്ലോ. ഞാൻ അവിടുന്ന് വരുന്നത്, എന്താ എൻ്റെ ഉദ്ദേശം, ഇതൊന്നും എപ്പോഴും വ്യക്തമായിക്കൊള്ളണമെന്നില്ല. അതൊന്നും ചോദിക്കാതെ സൈക്ലിംഗ് ചെയ്യുന്നു, ബൈക്ക് പാക്കിംഗ് ചെയ്യുന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെ എനിക്ക് പല വാതിലുകളും എൻ്റെ മുമ്പിൽ തുറന്നു വന്നിരുന്നു എന്നുള്ളത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു യാത്രയിലൂടെ ഞാൻ അച്ചീവ് ചെയ്തതിൽ. ഗുജറാത്ത് ഞാൻ ചെല്ലുന്ന സമയത്ത് ദീപാവലി കഴിഞ്ഞ ആ ഒരു ഹാങ് ഓവറിലാണ് നിൽക്കുന്നത്. ഞാൻ സോംനാഥ് ടെമ്പിളിലേക്ക് എത്താൻ പോകുന്നു. അപ്പോൾ അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും പിന്നെ ഒരു അമ്പലത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്ട്രാ അറ്റൻഷൻ എനിക്ക് കിട്ടാൻ തുടങ്ങിയിരുന്നു ആൾക്കാരുടെ അടുത്തുനിന്ന്. ഞാൻ ചായ കുടിക്കാൻ പോകുമ്പോഴും അവിടെ ആളുകൾ നടന്നിട്ടൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകുന്നവരെ ഞാൻ ധാരാളം കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റൻഷൻ കൂടി എനിക്ക് കിട്ടാൻ തുടങ്ങിയിരുന്നു. ഗിർ ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയൊക്കെ ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വയനാട്ടിലാണെങ്കിൽ നമ്മൾ ആന ക്രോസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സൈൻ ബോർഡ്സും അല്ലെങ്കിൽ കാട്ടുപോത്ത് ഇതൊക്കെയാണ് കാണുന്നതെങ്കിൽ അവിടെ സിംഹം ഫാമിലി ആയിട്ട് ക്രോസ് ചെയ്തു എന്നുള്ള അനൗൺസ്മെൻറ്റ് ബോർഡ്സൊക്കെയാണ് കണ്ടിരുന്നത്. അതൊക്കെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഒരിക്കലും മാത്രം സംഭവിക്കുന്ന കാര്യമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. ഓവറോൾ ഒരു നമ്മുടെ ലൈഫ് എത്ര അൺസർട്ടൺ ആണെന്നും എന്നാൽ അതിനെ അതിൻ്റെതായ രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുവാണെങ്കിൽ എത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ മാറ്റാൻ പറ്റും എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്ന കുറേ ദിവസങ്ങളായിരുന്നു കടന്നു പോയത്. സോംനാഥിലെത്തിയപ്പോൾ ഞാൻ രാത്രി 9 മണിയാകുമ്പോഴാണ് എത്തിയത്. അന്നാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഞാൻ കവർ ചെയ്തതും. 156 എനിക്ക് കവർ ചെയ്യാൻ പറ്റി. ഞാൻ പിന്നെ ത്രൂ ഔട്ട് യാത്രയിൽ അങ്ങനെ ഒരു ഇത്ര കിലോമീറ്റർ ഓടിക്കും എന്നുള്ള തീരുമാനമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും എൻ്റെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ആവുകയും എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വരികയൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇത്രയും കവർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അവിടെ ചെന്നെത്തി ഞാൻ വിചാരിച്ച പോലെ തന്നെ വളരെ സൈലൻ്റായി, ഒരു പ്രത്യേകിച്ചൊരു റിസപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ആൾക്കൂട്ടത്തിലേക്ക് അങ്ങോട്ടേക്ക് എനിക്ക് അലിഞ്ഞു ചേരാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു കാര്യം. ആ കൺക്ലൂഷൻ വളരെ സിമ്പിളായിരുന്നു എൻ്റെ യാത്രയുടെ. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തന്നത് എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാൻ പറ്റി എന്നുള്ളതിലാണ്. അതായത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ ഓവർകം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പോസിബിലിറ്റീസ് നമ്മുടെ മുമ്പിലേക്ക് വന്നു തുടങ്ങും. നമുക്ക് തിരിച്ചറിയാൻ പറ്റണം എന്നുള്ളത് മാത്രം. അതിൻ്റെ ഇടയിൽ നമ്മളുടെ സമീപനം അനുസരിച്ച് നമ്മളുടെ ചുറ്റിലുള്ള ആൾക്കാരുടെ ക്വാളിറ്റിയും തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഏതൊരു എഫേർട്ടിനും എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പ്രസൻസിനെ എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ തരുന്ന ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാരണമാണ് എനിക്ക് അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നത്. എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ എനിക്ക് എൻ്റെ ചുറ്റുവട്ടം, എൻ്റെ ചുറ്റിലുള്ള മരങ്ങളും മൃഗങ്ങളൊക്കെയാണ് എൻ്റെ ഡെയിലി ലൈഫിൻ്റെ ഭാഗം. അപ്പോൾ അവരോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, നമ്മൾ ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് വാരിക്കൂട്ടി എടുക്കുമ്പം തിരിച്ച് നമ്മൾ എന്താ കൊടുക്കുന്നേ എന്ന് ഞാൻ അന്വേഷിക്കുന്നത്, എൻ്റെ പേഴ്സണൽ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ടാണ് ഈ പെഡൽ ഫോർ ദ പ്ലാനറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ചെയ്ത ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ലെസൺസ് വെച്ചിട്ട് സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നൊരു കാര്യമാണെന്നുള്ളതിന് എനിക്ക് ഇതിൻ്റെ വലിയൊരു പ്രൂഫൊന്നും കാണിക്കാനില്ല. നമ്മുടെ ഇപ്പം ഉള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് വിട്ടു വരാൻ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫേസ് ചെയ്തു വരും. പക്ഷേ ഒന്ന് സ്പീഡ് കുറച്ച് നമ്മളെ ലൈഫ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന് സൈക്ലിംഗ് വളരെ നല്ലൊരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ ഡിസ്റ്റൻസുകൾ കഴിയുന്നതും സൈക്കിളിൽ
കവർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യവും ഉണ്ടാവും, നമ്മുടെ പോക്കറ്റും അതിനനുസരിച്ച് നന്നാവും എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. സോ സഡൻലി എല്ലാ ഈ പെട്രോൾ ഡീസൽ വാഹനങ്ങളൊക്കെ പൂട്ടിക്കെട്ടി അന്തരീക്ഷ മലിനീകരണം നിർത്തണം എന്നൊന്നും പറയാനുള്ള അങ്ങനെയൊരു ഫിലോസഫിയിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല, അത് പ്രാക്ടിക്കലുമല്ല. പക്ഷേ എവിടെയൊക്കെ കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും അത് കണ്ടുപിടിച്ച് അത് കട്ട് ഡൗൺ ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് പോസിബിളുമാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത് ഇതിലും ഭീകരമായിട്ടുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, ഓൾറെഡി ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോവും. അത് പോവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക എന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഈ യാത്രയിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 2-3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റിസൾട്ടായിട്ട് വന്നത്. ഫസ്റ്റ് റിസൾട്ട് ഞാൻ അച്ചീവ് ചെയ്തു, അതായത് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് തിരിച്ചു പിടിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് വന്നു. നാളെ ഒരു ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ഈ ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്ന് ഞാനിരുന്ന് സംസാരിക്കുന്നത് നമ്മളുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ചും പഠിക്കുക, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുക, പിന്നെ കുട്ടികൾ, ഫാമിലി സെറ്റിൽ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴും പലപ്പോഴും നമ്മളെ റീഇൻവെൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയെ പറ്റി നമ്മൾ ആലോചിക്കുകയും കൂടിയില്ല. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റത് പലപ്പോഴും ലൈഫ് മൊണോട്ടണസ് ആയി പോകും. ആ മൊണോട്ടണി എല്ലാവർക്കും ഇഷ്ടമായിക്കോളണമെന്നും അല്ലെങ്കിൽ നമുക്കത് ശരിയാവുന്നില്ല എന്നും മനസ്സിലാവണമെന്ന് പോലും ഇല്ല. അപ്പം ഒരു റീഡിസ്കവറി ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നതും അതിലൂടെ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ബൈക്ക് പാക്കിങ്ങിലൂടെ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ ഫോക്കസ് ഒന്നും കൂടി ക്ലിയറായി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിൻ്റെ ഒരു പേർപ്പസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ ലൈഫിനൊരു പേർപ്പസ് വേണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ്. ഞാനിപ്പം താമസിക്കുന്ന വയനാടിനെ ഒരു ബൈസിക്കിൾ ഫ്രണ്ട്ലി ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കണമെന്നും ജനറലി ഇവിടെ സൈക്ലിംഗ് ഒരു ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റി ആയിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹവും അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും എനിക്ക് കിട്ടി. ആ കോൺഫിഡൻസ് വന്നതോടുകൂടി തന്നെ എനിക്ക് ചുറ്റും അതിനുള്ള കമ്മ്യൂണിറ്റിയും ഓപ്പൺ അപ്പായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. മൂന്നാമത്തെ കാര്യം, എൻ്റെ ഹസ്ബൻഡ് വിനോദ് എപ്പോഴും എൻ്റെ എല്ലാ പ്രോജക്ട്സിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. വിനോദിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കിതൊരിക്കലും പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനൊരു കോംപ്ലിമെൻ്റ് കൂടി എനിക്ക് മാർക്ക് ചെയ്തേ പറ്റുള്ളൂ. വീട് റൺ ചെയ്യുക, എല്ലാവരും അല്ലെങ്കിൽ ചോദിക്കാതെ ചോദിച്ചൊരു ചോദ്യമാണ്, വിനോദ് എങ്ങനെ മാനേജ് ചെയ്യും? അപർണ വീട്ടിലില്ലെങ്കിൽ വീട് എങ്ങനെ പോകും? കുട്ടികളുടെ കാര്യം ആര് നോക്കും? ഈ ട്രിപ്പ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഉള്ളൊരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. അത് എന്താ പറയേണ്ടത്, ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കായിട്ടൊന്നും അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ലൈഫ് കണ്ടീഷൻസും അതിൻ്റെ ഒരു റിഥമുണ്ട്. അപ്പം ഞാനില്ലെങ്കിലും എൻ്റെ വീട് ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ എനിക്ക് അറ്റാച്ച്മെൻറ്റോടുകൂടി തന്നെ അതിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാനുള്ളൊരു ഫെസിലിറ്റി ബിൽഡ് ചെയ്യാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്കും വിനോദിനെ കുറച്ചും കൂടി കുക്കിംഗ് സ്കിൽസൊക്കെ കിട്ടി എന്നുള്ളതും എൻ്റെ കുട്ടികൾ കുറച്ചുകൂടി സെൽഫ് സഫീഷ്യൻ്റ് ആയി എന്നുള്ളതും ഇതിന് ഒരു റിസൾട്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് അവരുടെ ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ 2 പ്രാവശ്യം ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇന്നത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു പോക്ക് വെച്ചിട്ട് അവരുടെ ലൈഫ് സ്കിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. എൻ്റെ ആബ്സെൻസിൽ, അമ്മയുടെ ആബ്സെൻസിൽ അവരെന്ത് മാനേജ് ചെയ്യും എന്നവർക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളത്. അടുത്തൊരു കാര്യം കൂടി എനിക്ക് പറയണം എന്നുള്ളത്, എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ സൈക്കിൾ ഉപയോഗിക്കുന്നത് ആളുകളുടെ എണ്ണം കൂടുന്നതും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പലരും എനിക്ക് പരിചയമില്ല, പക്ഷേ ഒരു രസത്തിനെങ്കിലും തിരിച്ച് വീണ്ടും സൈക്കിള് കയ്യിലെടുക്കാൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വന്നു എന്നുള്ളത് പ്രോബ്ലി ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് പെഡൽ ഫോർ ദ പ്ലാനറ്റ്. ഈ യാത്രയിൽ ടെക്നോളജിയെ ഞാൻ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരുന്നു.
യാത്ര പ്ലാൻ ചെയ്യുന്നത് മുതൽ ഇതിനെക്കുറിച്ച് വായിക്കാൻ ആർട്ടിക്കിൾസ് എല്ലാം എനിക്ക് ഓൺലൈനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെ ഒരു പരിധി വരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ടെക്നോളജി നമ്മളെ ഒരു ലോകത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ മനുഷ്യരായിട്ടുള്ള ഡിസ്കണക്റ്റിനും അത് കാരണമാവുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖത്തോടു കൂടി തന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പക്ഷേ എന്നെ പോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിന്നും കഴിയുന്നതും മാറി നിൽക്കണം, കുറച്ചും കൂടി ഡെപ്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് കാര്യങ്ങൾ ഓടിക്കാമെന്ന് വിചാരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല സമയത്തും എനിക്ക് വഴി മിസ്സാവുകയും തെറ്റായിട്ടുള്ള റൂട്ടിലും ഞാൻ ഏകദേശം 12 കിലോമീറ്റർ പോയി തിരിച്ച് വരേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. ഈ ഗൂഗിൾ മാപ്പ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വായ തുറന്ന് മറ്റൊരാളോട് ചോദിക്കാനുള്ള മടി ഈ ഗൂഗിൾ മാപ്പ് കാരണം ആളുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് മാറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഒരു എന്നാൽ പിന്നെ ഇതങ്ങോട്ട് ശരിയാക്കി കളയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലല്ല ഞാൻ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനുള്ളൊരു ശ്രമം മാത്രമാണ്.